ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ളോഗായിരുന്നേ. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയി കാണാറില്ല എന്ന് പറയാറില്ലേ. അപ്പോൾ അതുപോലെ ഒരു സ്ഥലത്താണ് ഞാൻ പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും നാളാണെങ്കിൽ അവിടെ പോയിട്ടേ ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്, അടിപൊളിയാണ്, നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്താണ് ഞങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഇത് രണ്ടും എൻ്റെ കസിൻസാണ്, സിസ്റ്റേഴ്സാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു സമയമായിരുന്നു. ഒരുപാട് പ്ലാൻ ചെയ്താൽ നമുക്കൊന്നും നടക്കത്തില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം നമ്മൾ ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കും. മാസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒന്നും നടക്കാറില്ല. ഞങ്ങളുടെ എല്ലാം ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം കൂടിയായിരുന്നു അന്ന്. കാരണം ഇതുപോലെ ഒരു ഒത്തുകൂടലൊന്നും ഇപ്പോഴൊന്നും ഇനി പറ്റത്തില്ല. കാരണം പഠിക്കാൻ ദൂരെ പോയി നിൽക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ സ്കൂളിൽ പോകുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവരുടെ ഒത്തുകൂടിയ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. പെട്ടെന്നൊരു ദിവസം പറഞ്ഞപ്പോൾ അതായത് ഇന്ന് രാവിലെ പറഞ്ഞു, നമുക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോവാം എല്ലാവർക്കും കൂടി. അങ്ങനെ പറഞ്ഞപ്പോൾ റെഡിയായി. ഇതിപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ ഇന്ന ഡേറ്റ് എടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലായിരുന്നു. കാരണം നമുക്കെല്ലാം പല പ്ലാനുകളാണല്ലോ ആ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വന്ന സ്ഥലം പറഞ്ഞില്ല. ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് താമരക്കുളത്ത് പച്ചക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. വയ്യാങ്കരച്ചിറ എന്നാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ വയ്യാങ്കരച്ചിറയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നേരത്തെ പണ്ട് ഇതുപോലെ ചിറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർ ഇതേപോലെയുള്ള വാട്ടർ റൈഡുകളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കയാക്കിങ്ങും കൊട്ടവഞ്ചിയും മോട്ടോർ ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തിരുന്നത് ഈ ഒരു കയാക്കിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനും എൻ്റെ അനിയനും കൂടിയാണ് അതിനകത്ത് കയറിയത്. നല്ല കോമഡി ആയിരുന്നു. ആദ്യം ഞങ്ങൾ കിടന്ന് കറങ്ങി. അതിനുശേഷം ചേട്ടൻ പറഞ്ഞു, വീഴില്ല, കുഴപ്പമില്ല, പക്ഷെ നിങ്ങളിത് തുഴയാനുള്ള തുഴയൊക്കെ പിടിച്ച് പറഞ്ഞു തന്നെങ്കിലും ഞങ്ങൾക്കത് അങ്ങോട്ട് മനസ്സിലായതുമില്ല. പിന്നെ ഒരു പേടിയുണ്ടായിരുന്നു, എങ്ങാനും താഴെ വീണാലോ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ അങ്ങോട്ട് തുഴഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് ആദ്യമായിട്ടായിരുന്നു ഈ സംഭവത്തിൽ കയറുന്നതും ഇതുപോലെ തുഴയുന്നതും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു 20 മിനിറ്റ് അവർ പറഞ്ഞെങ്കിലും നമുക്കൊരു അരമണിക്കൂറൊക്കെ ചെന്ന് കഴിഞ്ഞ് കയറിയാലും മതി. നമ്മൾ ഈ സംഭവം ഒന്ന് കരയ്ക്കെത്തിക്കണമല്ലോ. വീഴും എന്നുള്ള പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീഴത്തേയില്ല. ഒരു 5 മണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് എൻട്രി ഫീസ് 20 രൂപയും പിന്നെ ഇതുപോലെയുള്ള റൈഡിൽ കയറാൻ ഒരാൾക്ക് 50 രൂപയും മറ്റായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ തുഴഞ്ഞ് നടക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള പാർക്കും പിന്നെ ഒരുപാട് മീനുകളുടെ അക്വേറിയംസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നവർക്ക് ഇവിടെ ലേക്ക് വ്യൂ പാലത്തിൽ നിന്ന് നല്ലൊരു അടിപൊളി സൺസെറ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് വീട്ടിൽ പോകാം. ഇത്രയും നാളും അടുത്ത് കിടന്നിട്ട് ഒന്നും വന്നില്ലല്ലോ എന്നൊരു വിഷമം ഇത് വന്നപ്പോൾ എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നതല്ലാതെ പോയിട്ടേ ഇല്ല. ഞാൻ ഇത്രയും അടിപൊളിയാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ സൺഡേ പോയതുകൊണ്ട് സൺഡേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആമ്പൽമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് വീട്ടിൽ പോയി ഗ്ലാസ്സിനകത്തിട്ട് വെച്ച് കിളിക്കുമോയെന്ന് അറിയത്തില്ലല്ലോ, എന്നാലും നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി കളർഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പാർക്കിൻ്റെയും അക്വേറിയത്തിൻ്റെയും ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു, ഒക്കെ മിസ്സായി. അപ്പോൾ ഇനി ഞാൻ പോകുമ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ട് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വലിയ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് സന്തോഷം തരുന്ന ഇതുപോലെയുള്ള ചെറിയ ഇടങ്ങളിലൊക്കെ നമുക്ക് വരാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ ഇത്രയും നാളും എന്നെ പോലെ ഇതിനടുത്ത് നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നിട്ടും പോകാൻ പറ്റാതെ ഞാനിങ്ങനെ പോകാം എന്ന് വിചാരിച്ചിരുന്നതല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ എന്നെപ്പോലെ ഉണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. അപ്പം നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മളിങ്ങനെ വിചാരിക്കും, ഈശ്വര ഇത്രയും നാളും ഞാൻ ഇവിടെ വന്നില്ലല്ലോ എന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, താങ്ക് യു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയൊരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഇനിയും ഞാൻ എൻ്റെ വിശേഷങ്ങളായിട്ട് പിന്നെയും വരാം.